ഹായ് ഹലോ. അപ്പോൾ ദേ നമ്മൾ ശർമ്മയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ എന്താന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരുന്നപ്പം നിരഞ്ജനക്കുട്ടി വന്ന്. അതേ ശർമ്മ കൊച്ചച്ഛനാണ് കേട്ടോ. കൊച്ചച്ഛനും മകളുമാണ് നിൽക്കുന്നത്. ഞങ്ങൾ ശർമ്മേനെ നോക്കി ഇരിക്കുവാണ്. ശർമ്മ എന്ത് ചെയ്യുവാണെന്നുള്ളതാണ്. ഞാൻ വീഡിയോ കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ നേരെ വന്ന് പിച്ചേരും ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞു തന്ന്. അവൾക്ക് നിരഞ്ജനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച സൂസീനെ. അവൾ ഇടക്ക് വരും, ഇടക്കും ഇതിപ്പോൾ എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുക. അവൾ എടുത്തപ്പോൾ ഉറങ്ങിപ്പോയെന്നും പറയുന്നത്. അവൾ ചുമ്മാ കണ്ണടച്ചിരുന്നതാണ്. അത് നമ്മൾ യാത്ര തുടരുവാണേ. അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തി. അപ്പം ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്, ചൂണ്ടയിടാനായിട്ട്. ശർമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കായലിൽ ചൂണ്ടയിടണമെന്ന്. അപ്പം ഞാൻ സഹായിച്ചു കൊടുക്കുമല്ലോ. നമുക്ക് സഹായിച്ചു കൊടുക്കാവുന്ന നിസ്സാരപ്പെട്ട ആഗ്രഹങ്ങളാണല്ലോ ഇതൊക്കെ. നമ്മുടെ അടുത്താണ് കായൽ, എന്നാലും വരാറില്ല ഞങ്ങൾ. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കായൽ വന്നിട്ടുള്ളൂ. നമ്മൾ അതിനുള്ള സാഹചര്യം അല്ലല്ലോ. സമയം കുറവും പിന്നെ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ഈ ഏരിയ നമുക്ക് അങ്ങനെ അറിയത്തും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നല്ല സ്ഥലമാണ്, ജെട്ടിയാണ്. ഇതാണ് പാതിരാമണൽ ദ്വീപ്. പാതിരാമണൽ ദ്വീപാണ്. അവിടെ വിദേശ വിനോദസഞ്ചാരികളും എല്ലാവരും വരുന്ന സ്ഥലമാണ്. നല്ലൊരു ഇതാണ്. അപ്പോൾ ശർമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാതിരാമണൽ പോകണം. ഞങ്ങൾ പക്ഷേ ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് പോയൊന്ന് കാണാനോ ഒന്നും പറ്റിയിട്ടുമില്ല, നമ്മൾ പോയിട്ടുമില്ല. വേണ്ടെന്ന് വെച്ചിട്ടാണ് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ പാതിരാമണലിൽ പോയിട്ടില്ല. അപ്പോൾ ശർമ്മ പറയുന്നു ശർമ്മക്ക് ഇനി പാതിരാമണലിലോട്ട് പോകണമെന്ന്. അവിടെ ചൂണ്ടിടണം. ചൂണ്ടിടാനാണല്ലേ. പുള്ളിക്ക് ചൂണ്ട എന്ത് വന്നാലും എന്തേ ആ സൈഡിലോട്ട് കൂടി കിടക്കാൻ പേടിയായിട്ട് പുള്ളി സ്പൂണിലൂടെ അറിയാൻ പറ്റത്തില്ല. മതിൽ ചാടിയാണ് പാതിരാമണലിൽ അറിയാൻ പറ്റുമോ? അവിടെ ആകുമ്പോൾ വേഷമൊന്നും കുറവായിരിക്കും, നടുക്കല്ലേ. കൊണ്ടുപോകാം കേട്ടോ. ശർമ്മ കാരണം ഇപ്പം നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവനിങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയും. കൂട്ടുകാരൊക്കെ പറയണ കേട്ടിട്ടാണേ പുള്ളിക്ക്. അപ്പം ഇപ്പം പ്രധാന ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പശുവിൻ്റെ ആടിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് നേരം ചൂണ്ടയിടാനൊക്കെ ഇഷ്ടമാണ്. അത് കാരണം പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പുള്ളിക്കല്ല ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടമാണ്. ഇപ്പോഴുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ ചൂണ്ടയിട്ടാണ് ശർമ്മക്ക് കൂട്ടുകാരനെയും കിട്ടി അവിടെ ചെന്നപ്പോൾ. ഇവർ കഞ്ഞിക്കുഴിക്കാരാണ്, ചേർത്തല. ഇവർ ചൂണ്ടിയിട്ടപ്പോൾ ഞാൻ അവിടെ നല്ല റിലാക്സ് ആയിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ വഴിയുടെ ഇപ്പറേ ആ മതിൽ ചാടി കിടന്നില്ലേ, അതിൻ്റെ സൈഡിൽ സമാധാനമായിട്ട് ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് നല്ല റിലാക്സേഷനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയി ഇരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു നാളെയും കൊണ്ടുവരാൻ കേട്ടോ സമയം ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു. വേറെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഇഷ്ടംപോലെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടെയൊക്കെ ചൂണ്ടിയിട്ടപ്പം ഞാൻ പിന്നെ ഇവനെ ശ്രദ്ധിക്കണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്കിതേ മുഹമ്മദ് ജെട്ടിയാണ് ഈ കാണുന്നത്. ഞാൻ സൂം ചെയ്തതാണ് കേട്ടോ. ദൂരമാണ് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ജെട്ടിയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മുഹമ്മയിലിട്ട്. നമ്മുടെ പാതിരാമണൽ ഇത്രയും ദൂരമുണ്ട് കണ്ട. ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് അത്ര അടുത്ത് കണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയാവുള്ളൂ വീഡിയോയിൽ. കണ്ടതേ അടുത്തപ്പം നല്ല രസമല്ലേ. ഇനി പോകണം, എത്രയും പെട്ടെന്ന് പാതിരാമണലിൽ പോകണം. പുള്ളിക്കാരൻ ചൂണ്ടിടുന്ന കാര്യങ്ങളും തീറ്റയുടെ കാര്യങ്ങളൊക്കെ പിന്നെ അവരവരുടെ കമ്പനിക്കാരായി പിന്നെ വർത്തമാനമായി കാര്യമായി. നമ്മൾ പിന്നെ ആ ഏരിയയിലോട്ട് ചെല്ലുക പോലും വേണ്ട. അപ്പം ശർമ്മക്ക് മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു. ഇത് കുമരകത്തു നിന്ന് വരുന്ന ബോട്ടാണ്. സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഇച്ചിരി ദൂരത്താണല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഈ ബോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോണ ബോട്ട് അങ്ങോട്ട് പകുതിക്ക് ചെല്ലും. അങ്ങനെയാണ്. ഇതടുത്ത് ആ ബോട്ട് തിരിച്ചു പോകുന്നതാണിത്. 2 ബോട്ടാണ് അക്കരെ ഉള്ളത്, മുഹമ്മ കുമരകം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മുക്കന്മാരൊക്കെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ശർമ്മക്ക് കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞില്ല, അതൊക്കെയാണ് അവരൊക്കെ. അപ്പം ഇങ്ങനത്തെ മീനും കിട്ടിയായിരുന്നു കേട്ടോ. അടുത്ത ബോട്ട് തിരിച്ചു വരുന്നു. 2 പ്രാവശ്യം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സമയം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. എത്ര മിനിറ്റ്, 45 മിനിറ്റാന്ന് തോന്നുന്നു ഒരു ബോട്ട് പോയി വരാനായിട്ട്. അപ്പം ഏകദേശം 1.5 മണിക്കൂർ ഇരുന്നെന്ന് തോന്നുന്നു. എൻ്റെ കണക്ക് തെറ്റിയല്ലേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി
നല്ല രസമല്ലേ? നല്ല ഭംഗി കാണുന്ന സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കും, നിങ്ങളെ കാണിക്കണം. നിങ്ങളുടെ മുഹമ്മ സൂപ്പറല്ലേ? ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും നിങ്ങൾ വീഡിയോ കൊണ്ട് നടക്കും, നിങ്ങളാണ് മുഹമ്മ സ്ഥലത്തെ ഭംഗിയൊക്കെ ഞങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാണ് ഞാൻ മലക്കുവാൻ പോണതിന് മുമ്പ് ഞാൻ വന്ന അമ്പലമാണിത്. 3/4 വട്ടം വീഡിയോ എടുക്കും. ഓക്കെ, വീഡിയോ എടുക്കാൻ വന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഈ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു സ്ഥലമാണ്. ഈ തോടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗൈസ്. അപ്പോൾ അതെ, നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക് കെയർ.